അയ്യോ ഇല്ല, മാർഗോക്ക് എന്തോ കാര്യമായിട്ട് വിഷമം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേഗം ആളെ കൂട്ടണം. ഹേയ് വെഡ്നസ്ഡേ, ഇത് ഡാൻസ് കളിക്കാനുള്ള സമയമല്ല. നമുക്ക് മാർഗോയെ രക്ഷിക്കണം. വേഗം പോകൂ, ഒരു സെക്കൻഡ് പോലും കളയാനില്ല. വാവ്, സിസ്റ്ററും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മാർഗോക്ക് എന്താണ് വേണ്ടതെന്ന് സിസ്റ്ററിന് മറ്റാരെക്കാളും നന്നായി അറിയാം. വേഗം വരൂ. ദാ അപ്പൂപ്പനും എത്തി. കൊച്ചുമകളെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. ഓ അതെ, എല്ലാ ഹീറോകളും ഇവിടെയുണ്ട്. എന്താണ് സംഭവിച്ചത്? മാർഗോക്ക് വിശക്കുന്നുണ്ടോ? അതൊന്നും സാരമില്ല, നമ്മുടെ പുതിയ ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പൂപ്പനും സിസ്റ്ററും നല്ല രസത്തിലാണെന്ന് തോന്നുന്നു. ശരി, ശ്രദ്ധ തിരിക്കലുകൾ മതി. ഇനി നമ്മൾ എന്താണ് പാകം ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടെന്ന്. ഒരു ബർഗറോ? വാവ്, ശരി, നിങ്ങൾ എല്ലാവരും ഒരു പുതിയ ചലഞ്ചിന് തയ്യാറാണോ? നമുക്ക് തുടങ്ങാം. അങ്ങനെ അപ്പൂപ്പൻ ബർഗർ ബണ്ണുകൾ വെച്ച് തുടങ്ങുന്നു. അതെ, ടോസ്റ്റ് ചെയ്ത ബണ്ണുകളാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് കൊത്തിയരിഞ്ഞ ഇറച്ചി വേണം. അപ്പൂപ്പൻ കൊത്തിയരിഞ്ഞ ഇറച്ചി കൊണ്ടുള്ള മീറ്റ് ബോൾസ് എടുക്കുന്നു. അവ ഒരു ഫ്രൈയിങ് പാനിൽ ഇട്ട് ഒരു സ്പാറ്റില ഉപയോഗിച്ച് ഇതുപോലെ അമർത്തുന്നു. പാറ്റി തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു കഷ്ണം രുചികരമായ ചീസ്, പിന്നെ തക്കാളി ഇല്ലാതെ എന്ത് ബർഗർ. മുകളിൽ സവാളയും ഒരു ബണ്ണും വെക്കുന്നു. വാവ്, അപ്പൂപ്പൻ എത്ര വേഗത്തിലാണ് ഈ ജോലി ചെയ്തത്. കൊള്ളാം അപ്പൂപ്പൻ. ഇനി സിസ്റ്ററിന്റെ ഊഴമാണ്. സാധാരണ ബണ്ണുകൾ കൊണ്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. എന്താ, ഒരു ഡോണറ്റോ? എത്ര രുചികരമാണ്. സിസ്റ്റർ ഡോണറ്റ് 2 പകുതികളായി മുറിക്കുന്നു. ഇനി ചോക്ലേറ്റുകൾ. ഇത് എത്ര മധുരമുള്ളതാണ്. എന്നാൽ സിസ്റ്ററിന്റെ കയ്യിൽ മറ്റൊന്നു കൂടിയുണ്ട്. ഇത് പുളിയുള്ള ജെല്ലാണ്. ഇത് വളരെ രുചികരമാണ്, എന്നാൽ നല്ല പുളിയുമുണ്ട്. ഇനി നമുക്ക് മാഷ്മാലോസ് ചേർക്കാം. കുറച്ച് മാർമലേഡ്, പിന്നെ ബെറി സിറപ്പും. എന്തുകൊണ്ടായിക്കൂടാ? ഇനി നമ്മുടെ അദ്ഭുത ബർഗർ നമുക്ക് മൂടി വെക്കാം. എന്തൊരു ഭംഗി. അപ്പൂപ്പൻ തന്റെ കൊച്ചുമകളുടെ ജോലിയെ അഭിനന്ദിച്ചതായി തോന്നുന്നു. എന്നാൽ വെഡ്നസ്ഡേ അത്ര എളുപ്പത്തിൽ അത്ഭുതപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ നമ്മൾ പതിവ് പോലെ ബണ്ണുകൾ വെച്ച് തുടങ്ങുന്നു. തീർച്ചയായും കറുത്ത ബണ്ണുകൾ തന്നെ. ഇതുപോലെ ഒരു പാറ്റി വറുത്തെടുക്കുന്നു. വെഡ്നസ്ഡേ ഒരു കഷ്ണം ചീസ് വെച്ച് എന്താണ് ചെയ്യുന്നത്? വാവ്, ഈ ചീസ് ഇപ്പോൾ കാണാൻ എത്ര അടിപൊളിയായിട്ടുണ്ട്. ഒരു കഷ്ണം വെള്ളരിക്ക. വാവ്, ഈ ബർഗറിന് നാവുള്ള ഒരു വായ ഉള്ളതുപോലെ തോന്നുന്നു. പക്ഷെ എന്തോ കുറവുണ്ട്. വെഡ്നസ്ഡേയുടെ അടുത്ത് എപ്പോഴും ഏത് പ്രശ്നത്തിലും സഹായിക്കാൻ ഒരു കൈ ഉള്ളത് നന്നായി. മാർമലേഡ് കണ്ണുകൾ. വെഡ്നസ്ഡേക്ക് വേണ്ടത് ഇതാണെന്ന് തോന്നുന്നു. ഹേയ്, സൂക്ഷിക്കൂ അപ്പൂപ്പൻ. ആ കൈ തികച്ചും ഉപദ്രവമില്ലാത്തതാണ്. ഇനി നമുക്ക് ബർഗറിലേക്ക് കണ്ണുകൾ ചേർക്കാം. വാവ്, ഈ രാക്ഷസനെ ഒന്ന് നോക്കൂ. അവൻ വളരെ ഭയപ്പെടുത്തുന്നവനാണ്, എങ്കിലും കൊതിപ്പിക്കുന്നതുമാണ്. എന്നാൽ ഏത് ബർഗർ ആയിരിക്കും ഏറ്റവും രുചികരമായത്? നമുക്കിപ്പോൾ കണ്ടെത്താം. മാർഗോ, നിന്റെ ഊഴം. ഓ, എനിക്ക് എത്ര വിശക്കുന്നുണ്ടെന്നോ. ഈ ബർഗർ കാണാൻ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. രുചികരമായിരിക്കുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തത് എന്താണ്? നമുക്ക് ആദ്യത്തെ കടി കടിക്കാം. ഇത് സവാളയാണോ? എന്തൊരു കഷ്ടം. ഈ ബർഗർ നിനക്ക് പറ്റിയതല്ല. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായികളാണ്. ഡോണറ്റിനൊപ്പം മാർമലേഡ് കഴിക്കുകയോ? ഇത് എന്റെ ഇഷ്ടത്തിന് പറ്റിയതാണ്. ശരി, വിജയിയെ തിരഞ്ഞെടുക്കാനുള്ള സമയമായി. അത് ഈ ബർഗർ ആണ്. അതെ, ഇതാണ് നമ്മുടെ വിജയി. വാവ്, വെഡ്നസ്ഡേക്ക് അഭിനന്ദനങ്ങൾ. എനിക്ക് തോന്നുന്നതാണോ അതോ അവൾ ചിരിക്കുകയാണോ? വെഡ്നസ്ഡേ ചിരിക്കുന്നു. വാവ്. അയ്യോ, ആർക്കോ നാണം വന്നതുപോലെ തോന്നുന്നു. സിസ്റ്ററും ആ കൈയും തമ്മിൽ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചതായി തോന്നുന്നു. ഓ, കൈക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. നമ്മുടെ ഹീറോകൾക്ക് ഒരു പുതിയ വിഭവം പാകം ചെയ്യാനുള്ള സമയവുമായി. ഹോട്ട് ചോക്ലേറ്റ്. ഈ രുചികരമായ പാനീയം ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? എല്ലാവരും തയ്യാറാണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് തുടങ്ങാം. അപ്പൂപ്പൻ വീണ്ടും പാചകം തുടങ്ങുന്നു. അദ്ദേഹം ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിക്കുന്നു. ഇനി കൊക്കോ പൗഡർ. ഇളക്കാൻ മറക്കരുത്. ഓ അതെ, ഒരു ബാർ ചോക്ലേറ്റ് കൂടി ചേർത്താൽ രുചി ഇനിയും കൂടും. ഇത് എത്ര മധുരമുള്ളതാണ്. അപ്പൂപ്പൻ തന്റെ പ്രത്യേക മഗ്ഗിലേക്ക് ഹോട്ട് ചോക്ലേറ്റ് ഒഴിക്കുന്നു. കൊള്ളാം അപ്പൂപ്പൻ. ഇനി സിസ്റ്ററിന്റെ ഊഴമാണ്. ഹേയ്, സൂക്ഷിക്കൂ. നിനക്ക് ചോക്ലേറ്റ് മുഴുവൻ ഇങ്ങനെ കഴിക്കാൻ കഴിയില്ല. അതെ, അപ്പൂപ്പൻ പറഞ്ഞത് ശരിയാണ്. പഞ്ചസാര വളരെ കുറച്ചു മാത്രമേ ചേർക്കാവൂ. ദാ ഇതുപോലെ.
ഓ, അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെ, ഈ മധുരപ്രിയയെ ഒന്ന് നോക്കൂ. ഇത്രയധികം പഞ്ചസാര ചേർക്കുന്നത് അപ്പൂപ്പൻ സമ്മതിക്കില്ല. ശരി, ഇനി പാൽ ചേർക്കാനുള്ള സമയമായി. സൂക്ഷിക്കണം. അയ്യോ, അതെ, സിസ്റ്റർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ചേരുവകളും ചേർക്കാം. ഇനി കുറച്ച് കളർ ചേർക്കാം. വാവ്, ഈ ഭംഗി ഒന്ന് നോക്കൂ. ഈ ക്രീം എത്ര തിളക്കമുള്ളതാണ്. ഇനി കുറച്ച് സ്പ്രിങ്കിൾസ് വിതറാം. ഇതാണ് വിളമ്പൽ രീതി. സിസ്റ്റർ തന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ടും തീർന്നില്ല. അവസാനമായി വിപ്ഡ് ക്രീമും പിന്നെ കുറച്ച് മാഷ്മലോസും ചേർക്കുന്നു. ഈ മധുരം ഒന്ന് നോക്കൂ. അതെ, സിസ്റ്റർ തന്റെ പരമാവധി നന്നായി ചെയ്തിട്ടുണ്ട്. ഗംഭീരം. ശരി, ഇനി നിന്റെ ഊഴമാണ് വെഡ്നസ്ഡേ. ഇതിന് അനുയോജ്യമായ ഒരു മഗ് വേണം. കയ്യെ, നിന്റെ സഹായമില്ലാതെ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. എന്തൊരു ഭീകരത. അപ്പൂപ്പൻ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് നല്ലത്. വെഡ്നസ്ഡേ ചോക്ലേറ്റും കുറച്ച് വിപ്ഡ് ക്രീമും ഒഴിക്കുന്നു. ബെറി സിറപ്പോ? കൊള്ളാം. പിന്നെ കുറച്ച് ഹാരിബോ മാർമലേഡും. ഓ അതെ, ഈ വ്യത്യസ്തമായ വിളമ്പൽ രീതി ഒന്ന് നോക്കൂ. ഹോട്ട് ചോക്ലേറ്റ് തയ്യാറായി കഴിഞ്ഞു. എന്തുകൊണ്ട്? ഓ, ഇത് ഭ്രാന്താണ്. ഇത് വളരെ രുചികരമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓ, ഇനി അടുത്തതിലേക്ക് പോകാം. ഇത് അപ്പൂപ്പൻ ഉണ്ടാക്കിയ ഹോട്ട് ചോക്ലേറ്റ് ആണ്. കൊള്ളാം. ഇതെന്താണ്? കാണാൻ വിചിത്രമായിരിക്കുന്നു. എങ്കിലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മോശമല്ല. വിജയ് ആരാണെന്നാൽ? അതെ സിസ്റ്റർ, ഈ റൗണ്ട് നിനക്കുള്ളതാണ്. ശരി, നമ്മുടെ ഹീറോകൾ ഒരു പുതിയ ചലഞ്ചിന് തയ്യാറാണെന്ന് തോന്നുന്നു. ഇത്തവണ അവരെ എന്താണ് കാത്തിരിക്കുന്നത്? ഹോ, ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഈ വിഭവം പാകം ചെയ്യാനും വിളമ്പാനും പല വഴികളുണ്ട്. നമ്മുടെ ഹീറോകൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക എന്ന് നമുക്കിപ്പോൾ കണ്ടെത്താം. തീർച്ചയായും ഉരുളക്കിഴങ്ങ് ആദ്യം തൊലി കളയണം. എന്താണ് സംഭവിക്കുന്നത്? വാവ്, സിസ്റ്റർ ഉരുളക്കിഴങ്ങിന്റെ തൊലി കളയാൻ വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് തിരഞ്ഞെടുത്തത്. അപ്പൂപ്പൻ ഇതിൽ സന്തോഷമില്ല. എങ്കിലും തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകളോട് എങ്ങനെ ദേഷ്യപ്പെടാനാണ്? ഇനി നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് എടുക്കണം. അത്രയേ ഉള്ളൂ. സിസ്റ്റർ ഒരു പ്രത്യേക കത്തി ഉപയോഗിച്ച് ഉരുളക്കിഴങ്ങ് മുറിക്കുന്നു. ഈ ഭംഗി ഒന്ന് നോക്കൂ. ഇനി കുറച്ച് നിറം ചേർക്കാനുള്ള സമയമായി. വാവ്, അത് വളരെ തിളക്കമുള്ളതാണ്. എണ്ണ ഒഴിക്കുക. ഇനി നമ്മുടെ തിളക്കമുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈയിങ് പാനിലേക്ക് ഇടാം. കൊള്ളാം. ചൂടുള്ള എണ്ണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതീവ ശ്രദ്ധ പുലർത്തണം. ഹേയ്, സൂക്ഷിക്കൂ. നമ്മുടെ കളർ ഉരുളക്കിഴങ്ങ് ഒരു പ്ലേറ്റിൽ ഭംഗിയായി നിരത്തി വെക്കുന്നു. സിസ്റ്ററിന് ഇത്രയും തിളക്കമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് ലഭിച്ചത്. അപ്പൂപ്പൻ ഈ വിഭവത്തിന്റെ കൂടുതൽ ക്ലാസിക് രൂപമാണ് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ക്ലാസിക് രൂപമായിരിക്കും ഏറ്റവും മികച്ചത്, അല്ലേ? ഓ അതെ, ഫ്രഞ്ച് ഫ്രൈസും കെച്ചപ്പും. ഈ രുചി കുട്ടിക്കാലം മുതൽക്കേ എല്ലാവർക്കും പരിചിതമാണ്. ഇതിലും മികച്ചത് എന്താണുള്ളത്? കൊള്ളാം അപ്പൂപ്പൻ. ശരി, ഇത്തവണ വെഡ്നസ്ഡേ നമ്മൾ എന്താണ് അത്ഭുതപ്പെടുത്താൻ പോകുന്നത്? വെഡ്നസ്ഡേയുടെ ഉരുളക്കിഴങ്ങ് ഇതിനകം വെന്തിട്ടുണ്ട്. ഇത് സാധാരണ രീതിയിലുള്ള വിളമ്പലാണെന്ന് തോന്നുന്നു. പക്ഷെ കാത്തിരിക്കൂ, ഇതെന്താണ്? അയ്യോ ഇല്ല, വെഡ്നസ്ഡേക്ക് വശങ്ങൾ മാറിപ്പോയെന്ന് തോന്നുന്നു. അപ്പൂപ്പൻ, നിങ്ങൾ കണ്ണുകൾ മൂടുന്നതാണ് നല്ലത്. ഇത് ദുർബല ഹൃദയർക്ക് കാണാൻ പറ്റിയ കാഴ്ചയല്ല. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഓ അതെ, ഫ്രഞ്ച് ഫ്രൈസ്. വെഡ്നസ്ഡേ ഉരുളക്കിഴങ്ങിന് കറുപ്പ് നിറം നൽകുന്നു. വാവ്, ഇത് എത്ര മനോഹരമാണ്. സിസ്റ്ററും വെഡ്നസ്ഡേയുടെ വിഭവത്തെ അഭിനന്ദിച്ചതായി തോന്നുന്നു. അവളുടെ പ്രതികരണം ഒന്ന് നോക്കൂ. ശരി, മാർഗോ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശരി, ഇവിടെ എന്താണുള്ളത്? ഹേയ്, ഈ ഉരുളക്കിഴങ്ങ് ചെറുതായി കരിഞ്ഞുപോയോ? ഇല്ല, മോശം രുചിയൊന്നുമില്ല. പിന്നെ തക്കാളി സോസും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഓ, ഞാൻ ഒട്ടും മടിക്കാതെ അവസാനത്തെ കഷ്ണം വരെ എല്ലാം കഴിക്കുമെന്ന് തോന്നുന്നു. യമ്മി. അടുത്തതിലേക്ക് പോകാം. ശരി, മോശമല്ല. നമുക്ക് നോക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഇതിലും കൂടുതൽ രുചിയുണ്ടാകും. ശരി, ബൈ ബൈ ഉരുളക്കിഴങ്ങുകളെ. ഞാൻ നിങ്ങളെ കഴിക്കാൻ പോവുകയാണ്.
ഞാൻ കുറച്ചധികം കഴിച്ചെന്ന് തോന്നുന്നു. പക്ഷെ ഇനിയും മൂന്നാമത്തെ വിഭവം ബാക്കിയുണ്ട്. എന്ത് മനോഹരമായ വിഭവം! അതെ, ഇത് വളരെ രുചികരമാണ്. എനിക്ക് ഇപ്പോഴേ അത് അറിയാൻ കഴിയുന്നുണ്ട്. വളരെ കൊള്ളാം. അവസാനത്തെ കഷണം വരെ. അയ്യോ, ഓ, വിഷമിക്കേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും അടുത്ത ചലഞ്ചിനായി തയ്യാറാണോ? അപ്പോൾ നമുക്ക് നോക്കാം. പാൻകേക്കുകൾ. ഓ, ഇത് എത്ര രുചികരമാണ്! നമ്മുടെ ഹീറോകൾക്ക് ഈ അദ്ഭുത വിഭവം എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന് ഒരുപാട് വഴികളുണ്ട്. ശരി, നമുക്ക് തുടങ്ങാം. അമ്മൂമ്മ എപ്പോഴും ചെയ്യുന്നത് പോലെ ആദ്യം പാചകം ഏറ്റെടുക്കുന്നു. പാൻകേക്ക് മാവ് പാനിലേക്ക് ശ്രദ്ധാപൂർവം ഒഴിക്കുക. കൊള്ളാം. ആ മൊരിഞ്ഞ വശം കണ്ടോ? നിങ്ങൾക്കത് മറിച്ചിടാം. ഈ പാൻകേക്ക് തികച്ചും പെർഫെക്റ്റ് ആണ്. വർഷങ്ങളുടെ പരിചയ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ്. വെഡ്നസ്ഡേ, നിനക്ക് എന്തു പറ്റി? ഓ, ഒരു കൈയുടെ സഹായമില്ലാതെ നിനക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നു. കറുത്ത ചായമോ? തീർച്ചയായും. ആർക്കാണ് സംശയം? ഇത് വെഡ്നസ്ഡേ ആണ്. ഈ നിറം ഒന്ന് നോക്കൂ. ഹേയ്, അവൾ ഇതിൽ കുറച്ചധികം മുഴുകിപ്പോയെന്ന് തോന്നുന്നു. ശരി, നമുക്ക് നമ്മുടെ പാൻകേക്കുകളിലേക്ക് തിരികെ വരാം. വാവ്, ഇത് ശരിക്കും മനോഹരമാണ്. അതെ, കറുത്ത നിറമുള്ള ഭക്ഷണം എപ്പോഴും വളരെ സ്റ്റൈലിഷ് ആയി കാണപ്പെടും. നിങ്ങളുടെ പ്രിയപ്പെട്ട നിറം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുക. ഒരുപക്ഷെ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ചെയ്തേക്കാം. അതിനിടയിൽ സിസ്റ്ററുടെ മനസ്സിൽ രസകരമായ എന്തോ ഉള്ളതായി തോന്നുന്നു. വാവ്, ഇതിപ്പോൾ ഒരു പാൻകേക്ക് മാത്രമല്ല, ഒരു സമ്പൂർണ്ണ കലാസൃഷ്ടിയാണ്. ഓ, എന്തുകൊണ്ടോ ഈ നിറം പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. അയ്യോ, അത് നേരെ കണ്ണിലേക്കാണ് തെറിച്ചത്. നമ്മുടെ സിസ്റ്റർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കരുതുന്നു. അതെ, എല്ലാം ശരിയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും പിന്മാറാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? നമ്മളത് ചെയ്തെടുക്കുകയാണ്. വാവ്, ഇതൊരു യൂണിക്കോൺ ആണ്. ഈ ഭംഗി ഒന്ന് നോക്കൂ. അതെ, ഇത്തരം നിമിഷങ്ങളിൽ അമ്മൂമ്മയ്ക്ക് തന്റെ കൊച്ചുമകളെ കുറിച്ച് വളരെ അഭിമാനം തോന്നും. അമ്മൂമ്മയുടെ കാര്യമോ? ഒരു നല്ല പഴയ റെസിപ്പി നമ്മളെ കാത്തിരിക്കുന്നതായി തോന്നുന്നു. വെണ്ണയും മേപ്പിൾ സിറപ്പും ചേർത്ത പാൻകേക്കുകൾ. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറാൻ തുടങ്ങും. വെഡ്നസ്ഡേയുടെ പാൻകേക്കുകളും വലുതാണെന്ന് ഞാൻ കരുതുന്നു. അതെ, അവ വ്യത്യസ്തമായി കാണപ്പെടുന്നു. വെഡ്നസ്ഡേ തന്റെ പ്രിയപ്പെട്ട ബെറി സിറപ്പ് ചേർക്കുന്നു. പിന്നെ വാവ്, അവ ചെലന്തികളാണോ? ശാന്തിയാകൂ അമ്മൂമ്മേ, ഈ ചെലന്തികൾ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ശരി മാർഗോ, നമ്മുടെ മത്സരാർത്ഥിതര വിഭവങ്ങൾ രുചിച്ചു നോക്കാനുള്ള സമയമായി. ഓ, ഇതെന്താണ്? പേടിപ്പെടുത്തുന്നതായി തോന്നുന്നു. നമുക്ക് പാൻകേക്ക് പരീക്ഷിക്കാം. മോശമല്ല. അടുത്തതായി നമുക്ക് എന്താണുള്ളത്? വാവ്, ഇത് എത്ര രുചികരമാണ്! രുചിയാണെങ്കിൽ സൂപ്പറാണ്. ഇതെന്ത് ഭംഗിയുള്ള സാധനമാണ്! ഒരു യൂണിക്കോൺ. ഇത് എത്ര മധുരമുള്ളതും രുചികരവുമാണ്. ശരി, വിജയി ആരാണെന്ന് ഞാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. ഇതാണിത്. അഭിനന്ദനങ്ങൾ സിസ്റ്റർ, നീ വിജയത്തിന് അർഹയാണ്.